Good morning. Next ഒരു ഇമ്പോർട്ടൻറ്റ് നെറ്റ്വർക്ക് മോഡലാണ് ഹോപ്പിഫൈഡ് നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോപ്പിഫൈഡ് നെറ്റ്വർക്ക്സ് മോഡൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് 1982 ജോൺ ജെ ഹോപ്പിഫൈഡ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ദെൻ ഹോപ്പിഫൈഡ് പ്രൊമോട്ട് കൺസ്ട്രക്ഷൻ ഓഫ് ഫസ്റ്റ് അനലോഗ് VLSI നെറ്റ്വർക്ക് ചിപ്പ്. 2 ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് ആണുള്ളത്. ഡിസ്ക്രീറ്റ് ഹോപ്പിഫൈഡ് നെറ്റ്വർക്ക്സ് അതുപോലെ തന്നെ കണ്ടിന്യൂസ് ഹോപ്പിഫൈഡ് നെറ്റ്വർക്ക്സ്. ഈ ഹോപ്പിഫൈഡ് നെറ്റ്വർക്കിന് വേരിയസ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് അസോസിയേറ്റീവ് മെമ്മറീൻ്റെ കേസിലായാലും അതുപോലെ തന്നെ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസിൻ്റെ കേസിലൊക്കെ നമ്മൾ ഹോപ്പിഫൈഡ് നെറ്റ്വർക്ക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്ക്രീറ്റ് ഹോപ്പിഫൈഡ് നെറ്റ്വർക്കാണ്. Discrete Hopified. The Hopified network is a auto-associative, fully interconnected, single-layer feedback network ആണ്. അതായത് ഓട്ടോ അസോസിയേറ്റീവ് ആണ്, ഇൻപുട്ടും ഔട്ട്പുട്ടും സെയിം ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഫുള്ളി ഇൻ്റർകണക്റ്റഡ് ആണ്, എക്സും വൈയും ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കും. ദെൻ സിംഗിൾ ലെയർ ആണ്, ഒറ്റ ലെയർ ഇൻപുട്ട് ഔട്ട്പുട്ട് ലെയറേ ഉണ്ടാവുള്ളൂ. ദെൻ ഫീഡ്ബാക്ക് നെറ്റ്വർക്കാണ്. ഓക്കെ, ഇറ്റ് ഓൾസോ സിമെട്രിക്കലി വെയ്റ്റഡ് നെറ്റ്വർക്കാണ്. സിമെട്രിക്കലി വെയ്റ്റഡ് ആണ്. അതുപോലെ തന്നെ ദിസ് ഈസ് ഓപ്പറേറ്റഡ് ഇൻ ഡിസ്ക്രീറ്റ് ലൈൻ ഫാഷൻ. ഇപ്പോൾ ഡിസ്ക്രീറ്റ് ലൈൻ ഫാഷനിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ഡിസ്ക്രീറ്റ് ഹോപ്പിഫൈഡ് നെറ്റ്വർക്ക് എന്ന് പറയും. അതുപോലെ തന്നെ ആൻഡ് ഇറ്റ്സ് ആർക്കിടെക്ചർ ആസ് എ സിംഗിൾ ലെയർ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ആയിട്ടാണെങ്കിൽ അതിനെ നമ്മൾ റെക്കറൻറ്റ് നെറ്റ്വർക്ക് എന്നും പറയും. ഓക്കെ, രണ്ട് ഇൻപുട്ട് ഫാഷനിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ഒന്ന് ബൈനറി, അതായത് 0-1 ഇൻപുട്ട് ആയിട്ടുള്ള വാല്യൂസിൽ, അതുപോലെ തന്നെ ബൈപ്പോളാർ, ഒന്നുകിൽ +1 -1 ഓപ്പറേറ്റ് ഇൻപുട്ട് വാല്യൂസ് ഉള്ള ഫാഷനിലാണ് നമ്മളിത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ദ യൂസ് ഓഫ് ബൈപ്പോളാർ ഇൻപുട്ട്സ് മേക്സ് ദ അനാലിസിസ് ഈസിയർ. ബൈപ്പോളാർ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും. ദ നെറ്റ്വർക്ക് ഹാസ് സിമെട്രിക്കൽ വെയ്റ്റ് വിത്ത് നോ സെൽഫ് കണക്ഷൻസ്. സിമെട്രിക് വെയ്റ്റ്സ് ആണ് ഉണ്ടാവുക, സെൽഫ് കണക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് WIJ = WJI ആയിരിക്കും. അതായത് സിമെട്രിക് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഐന്ന് ജെയിലേക്കുള്ള വെയ്റ്റും അതുപോലെ തന്നെ ജെന്ന് ഐയിലേക്കുള്ള വെയ്റ്റും സെയിം ആയിരിക്കും. അതുപോലെ തന്നെ II, അതായത് XIന്ന് YIയിലേക്കുള്ള വെയ്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ഓൺലി 1 യൂണിറ്റ് അപ്ഡേറ്റ് ഇറ്റ്സ് ആക്ടിവേഷൻ അറ്റ് എ ടൈം. ഏതെങ്കിലും ഒരു യൂണിറ്റിന് മാത്രമേ അറ്റ് എ ടൈം ആക്ടിവേഷൻ ഫംഗ്ഷൻ വെച്ചിട്ട് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ. എല്ലാം ഒരുമിച്ച് കാൽക്കുലേറ്റ് ചെയ്യില്ല. ഓക്കെ, അതുപോലെ തന്നെ ഈച്ച് യൂണിറ്റ് ഈസ് ഫൗണ്ട് ടു കണ്ടിന്യൂസ്ലി റിസീവ് എൻ എക്സ്റ്റേണൽ സിഗ്നൽ അലോങ് വിത്ത് ദ സിഗ്നൽ ഇറ്റ് റിസീവ്സ് ഫ്രം ദ അതർ യൂണിറ്റ്സ് ഇൻ ദ നെറ്റ്. അതായത് എക്സ്റ്റേണൽ സിഗ്നൽസും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതിന്. നമ്മൾ സാധാരണ ഇൻപുട്ട് കൊടുക്കുന്നതിൻ്റെ കൂടെ എക്സ്റ്റേണൽ എന്തെങ്കിലും സിഗ്നൽസ് വരുന്നുണ്ടെങ്കിൽ അതും ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. When a single layer recurrent network is performing a sequential updating process, an input pattern is first applied to the network and the network's output is found to be initialized accordingly. അതായത് the initialization pattern is removed. അതായത് ആദ്യം നമ്മളത് ചെയ്യും, അതിനുശേഷം initialization pattern റിമൂവ് ചെയ്യും. And the output that is initialized become the new updated input through the feedback connection. എന്നിട്ട് നമുക്ക് ആ ആദ്യം ഇനീഷ്യലൈസ് ചെയ്ത് കിട്ടുന്ന ആ ഔട്ട്പുട്ട് അല്ലേ, അത് നമ്മൾ എന്ത് ചെയ്യും, ഫീഡ്ബാക്ക് കണക്ഷനിലൂടെ പുതിയൊരു ഇൻപുട്ടായിട്ട് പാസ് ചെയ്യും. ദ ഫസ്റ്റ് അപ്ഡേറ്റഡ് ഇൻപുട്ട് ഫോഴ്സസ് ദ ഫസ്റ്റ് അപ്ഡേറ്റഡ് ഔട്ട്പുട്ട്. അതായത് ഫസ്റ്റ് അപ്ഡേറ്റഡ് ഇൻപുട്ട് എന്ത് ചെയ്യും, ഫസ്റ്റ് അപ്ഡേറ്റഡ് ഔട്ട്പുട്ടിനെ ഫോഴ്സ് ചെയ്യുന്നതിന് which in turn act as a second updated input through the feedback interconnection. ഫീഡ്ബാക്ക് ഇൻ്റർകണക്ഷനിലൂടെ സെക്കൻഡ് അപ്ഡേറ്റഡ് ഇൻപുട്ടായിട്ട് അത് ആക്ട് ചെയ്യും. This transition process continues until no new updated responses are produced and the network reaches to equilibrium. അപ്പോൾ ഈ പ്രോസസ്സ് എന്ത് ചെയ്യും, പുതുതായിട്ടൊരു അപ്ഡേഷനും വരാത്ത അത്രയും ടൈം ഇത് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലെത്തുന്നത് വരെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നോക്കാം, an input pattern is applied to the network and the network's output is initialized accordingly. Initialized pattern removed and the initialized output become new updated input through the feedback connections. Process continues until no new updated responses are produced and the network reaches its equilibrium. Okay, അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. The synchronous updation is called energy function of Lyapunov function
for the net. Energy function proves that the net will converges to a stable state set of activations. അപ്പോൾ അസിൻക്രണസ് അപ്ഡേഷൻ ഓഫ് ദിസ് യൂണിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എനർജി ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതോ അതിനെ എന്തെന്നും കൂടി പറയുന്നുണ്ട്, ലിയാപ്നോവ് ഫംഗ്ഷൻ എന്നും കൂടി പറയുന്നുണ്ട്. നെറ്റിൻ്റെ ലിയാപ്നോവ് ഫംഗ്ഷൻ എന്നും കൂടി പറയും. ദ എക്സിസ്റ്റൻസ് ഓഫ് ദിസ് ഫംഗ്ഷൻ എനേബിൾസ് അസ് ടു പ്രൂവ് ദാറ്റ് ദ നെറ്റ് വിൽ കൺവേർജ് ടു എ സ്റ്റേബിൾ സ്റ്റേറ്റ്. അതായത് ഈ ഫംഗ്ഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ നെറ്റ് എപ്പോഴെങ്കിലും ഈ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് കൺവേർജ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ദ ആർക്കിടെക്ചർ. ദ ഡിസ്ക്രീറ്റ് ഹോപ്പിഫൈഡ് നെറ്റിൻ്റെ ആർക്കിടെക്ചറാണ് ഈ കാണിച്ചിട്ടുള്ളത്. ദ ഹോപ്പിഫൈഡ്സ് മോഡൽ കൺസിസ്റ്റ് ഓഫ് പ്രോസസ്സിംഗ് എലമെൻറ്റ്സ് വിത്ത് 2 ഔട്ട്പുട്ട്സ്. വൺ ഇൻവേർട്ടിംഗ് ആൻഡ് അതർ ഈസ് നോൺ ഇൻവേർട്ടിംഗ്. ഒരു ഇൻവേർട്ടിംഗ് ഔട്ട്പുട്ടും ഉണ്ട്, ഒരു നോൺ ഇൻവേർട്ടിംഗ് ഔട്ട്പുട്ടും ഉണ്ട്. ദ ഔട്ട്പുട്ട് ഫ്രം ഈച്ച് പ്രോസസ്സിംഗ് എലമെൻറ്റ് ഈസ് ഫീഡ്ബാക്ക് ടു ദ ഇൻപുട്ട് ഓഫ് അതർ പ്രോസസ്സിംഗ് എലമെൻറ്റ്സ് ബട്ട് നോട്ട് ടു ഇറ്റ് സെൽഫ്. അതായത് ഓരോന്നിൻ്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫീഡ്ബാക്ക് ചെയ്യുന്നുണ്ട്. സെയിം ലെയറിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യില്ല, വേറെയുള്ള ലെയറിലേക്കാണ് ഫീഡ്ബാക്ക് ചെയ്യുന്നത്. ദ കണക്ഷൻസ് ആർ ഫൗണ്ട് ടു ബി റെസിസ്റ്റീവ് ആൻഡ് ദ കണക്ഷൻ സ്ട്രെങ്ത് ഓവർ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് WIJ. കണക്ഷൻ എന്ന് പറയുന്നത് റെസിസ്റ്റീവ് ആണ്, കണക്ഷൻ സ്ട്രെങ്ത്തിനെയാണ് നമ്മൾ WIJ വെയിറ്റ് ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഹിയർ എസ് such as there are no negative resistors, so excitatory connection use positive inputs and inhibitory use inverted inputs. അപ്പം നെഗറ്റീവ് വെയ്റ്റ്സ് ഉണ്ടാവില്ല. എക്സൈറ്റേറ്ററി ആണെങ്കിൽ പോസിറ്റീവ് വെയ്റ്റ്സ് ആണ് യൂസ് ചെയ്യുക, ഇൻഹിബിറ്ററി ആണെങ്കിൽ അതിൻ്റെ ഇൻവേർട്ടഡ് ഇൻപുട്ട് വെച്ചിട്ടാണിത് യൂസ് ചെയ്യുന്നത്. എക്സൈറ്റേറ്ററി ഔട്ട്പുട്ട് സെയിം ആസ് ഇൻപുട്ട് ആയിരിക്കും. എക്സൈറ്റേറ്ററി ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ടിന് സെയിം ആയിരിക്കും. ഇൻഹിബിറ്ററി എന്ന് പറയുന്നത് ഇൻപുട്ട് ഡിഫറെൻറ്റ് ഫ്രം ഔട്ട്പുട്ട്, രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് എക്സൈറ്റേറ്ററി ആണെങ്കിൽ ഓട്ടോ അസോസിയേറ്റീവ് പോലെ ആയിരിക്കും ഉണ്ടാവുക, ഇൻഹിബിറ്ററി ആണെങ്കിൽ ഹെറ്ററോ അസോസിയേറ്റീവ് പോലെ ആയിരിക്കും ഉണ്ടാവുക. വെയിറ്റ് ഈസ് പോസിറ്റീവ് ഇഫ് ബോത്ത് യൂണിറ്റ് ആർ ഓൺ. രണ്ട് യൂണിറ്റ് ഓൺ ആണെങ്കിലാണ് വെയിറ്റ് നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടുന്നത്. ഇഫ് കണക്ഷൻ സ്ട്രെങ്ത് നെഗറ്റീവ് ദെൻ വൺ ഓഫ് ദ യൂണിറ്റ് ഈസ് ഓഫ്. അപ്പോൾ കണക്ഷൻ സ്ട്രെങ്ത് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു യൂണിറ്റ് ഓഫ് ആയിട്ടാണുള്ളതെന്നാണ് മീൻ ചെയ്യുന്നത്. വെയ്റ്റ്സ് ആർ സിമെട്രിക്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വെയ്റ്റ് സിമെട്രിക് ആണ്. അപ്പോൾ WIJ ഈക്വൽ ടു WJI ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വെയ്റ്റ് സിമെട്രിക് ആണ്. ഓക്കെ, നെക്സ്റ്റ് ട്രെയിനിങ് അൽഗോരിതം ഓഫ് ഡിസ്ക്രീറ്റ് ഹോപ്പിഫൈഡ് നെറ്റ് ആണ്. ദർ എക്സിസ്റ്റ് സെവറൽ വേർഷൻ ഓഫ് ഡിസ്ക്രീറ്റ് ഹോപ്പിഫൈഡ് നെറ്റ്. ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് Hopified's first description used binary input vectors and only later on bipolar input vector. അതായത് ഫസ്റ്റ് നമ്മൾ ബൈനറി വെക്ടറിൻ്റെ കേസാണ് പറയുന്നത്, ദെൻ നമുക്ക് ബൈപോളാറിൻ്റെ കേസിൽ നോക്കാം. For storing a set of binary patterns, the weight matrix W is given as WIJ equal to sigma P equal to 1 to P 2 SI of P minus 1 into 2 SI of P minus ഫസ്റ്റ് SI ഓഫ് പി ആണ്, സെക്കൻഡ് വരുന്നത് SJ ഓഫ് പി ആണ്. ഫോർ ഓൾ I നോട്ട് ഈക്വൽ ടു ജെ. I നോട്ട് ഈക്വൽ ടു ജെ ആയിരിക്കുന്ന കേസിൽ മാത്രമേ അത് കൺസിഡർ ഉണ്ട്. I ഈക്വൽ ടു ജെ ആണെങ്കിൽ വെയിറ്റ് 0 ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫോർ സ്റ്റോറിങ് ബൈപോളാർ പാറ്റേൺസ് ദ വെയിറ്റ് മെട്രിക്സ് ഇസ് ഗിവൺ ആസ് WIJ equal to P equal to 1 to P S of P into S of J for I not equal to J. Self connection WIJ equal to 0 ആണ്. ഓക്കെ, ഇതാണ് ട്രെയിനിങ് അൽഗോരിതം ഓഫ് ഹോപ്പിഫൈഡ് നെറ്റ്വർക്ക്. ഇനി നമുക്ക് ഡിസ്ക്രീറ്റ് ഹോപ്പിഫൈഡ് നെറ്റ്വർക്ക്. ഇനി ഇതിൻ്റെ ടെസ്റ്റിംഗ് അൽഗോരിതം നമുക്ക് നോക്കാം. ട്രെയിനിങ് അൽഗോരിതം ഇത്ര മാത്രമേ ഉള്ളൂ. ബൈനറിൻ്റെ കേസിലുള്ള വെയിറ്റ് കാൽക്കുലേഷനും അതുപോലെ തന്നെ ബൈപോളാറിൻ്റെ കേസിലുള്ള വെയിറ്റ് കാൽക്കുലേഷനും ശ്രദ്ധിക്കേണ്ടത്. I നോട്ട് ഈക്വൽ ടു ജെ ആയിരിക്കുമ്പോൾ മാത്രമേ നമുക്കിത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ദെൻ ടെസ്റ്റിംഗ് അൽഗോരിതത്തിൻ്റെ കേസിൽ പറയുന്നത് ഇനീഷ്യലൈസ് the weights to store patterns, that is weight obtained from training algorithm using Hebb rule. അതായത് നമ്മൾ നേരത്തെ ഹെബ് റൂൾ വെച്ചിട്ട് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വെയിറ്റ് എന്ത് ചെയ്യാം, ഇനീഷ്യലൈസ് ചെയ്യാം. ദെൻ സ്റ്റെപ്പ് ആക്ടിവേഷൻ ഓഫ് ദ നെറ്റ് ആർ നോട്ട് കൺവേർജ്, ദെൻ 2 to 8 വരെയുള്ള സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യണം. വെയിറ്റ് കൺവേർജൻസ് ആവുന്നത് വരെ ചെയ്തുകൊണ്ടിരിക്കണം. ദെൻ
അടുത്ത സ്റ്റെപ്പിൽ പറയുന്നത് പെർഫോം സ്റ്റെപ്പ് 3 to 7. അപ്പോൾ 3 to 7 വരെയുള്ള സ്റ്റെപ്സ് എന്ത് ചെയ്യണം? ഓരോ ഇൻപുട്ട് പെയറിനും റിപ്പീറ്റ് ചെയ്യണം. അടുത്ത സ്റ്റെപ്പിൽ പറയുന്നത് മേക്ക് ഇനീഷ്യൽ ആക്ടിവേഷൻ ഈക്വൽ ടു എക്സ്റ്റേണൽ ഇൻപുട്ട് വെക്റ്റേഴ്സ് എക്സ് ഈക്വൽ ടു വൈ ഐ ഈക്വൽ ടു എക്സ് ഐ ഫോർ ഐ ഈക്വൽ ടു 1 to n വരെ. അതായത് ഓട്ടോ എക്സ്ക്ലൂസീവ് ആയതുകൊണ്ട് എക്സ് ഐ വൈ ഐ ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതെന്ത് ചെയ്യുക? ഇനീഷ്യലൈസ് ചെയ്തിട്ട് കൊടുക്കുക. ദെൻ പെർഫോം സ്റ്റെപ്പ് 5 to 7 ഫോർ ഈച്ച് യൂണിറ്റ് വൈ ഐ. 5 to 7 എന്നുള്ളത് ഓരോ ഔട്ട്പുട്ട് യൂണിറ്റിനും നമ്മൾ എന്ത് ചെയ്യണം? ഈ 5 to 7 വരെയുള്ള സ്റ്റെപ്പ് ചെയ്യണം. കാൽക്കുലേറ്റ് നെറ്റ് ഇൻപുട്ട് ഫോർ ദ നെറ്റ്വർക്ക് വൈ ഐ എം ഐ ഈക്വൽ ടു എക്സ് ഐ പ്ലസ് സിഗ്മ വൈ ജെ ഡബ്ല്യു ഐ ജെ. ഇതാണ് ഡബ്ല്യു ജെ ഐ. ഇതാണ് ഇക്വേഷൻ. ജെ ഐ ഐ ജെ സെയിം തന്നെയാണ് വരിക, കാരണം നമ്മൾ ബൈ ഡയറക്ഷണലായിട്ട് സെയിം വെയിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്ലൈ ദ ആക്ടിവേഷൻ ഫങ്ഷൻസ് ഓവർ ദ നെറ്റ് ഇൻപുട്ട് ടു കാൽക്കുലേറ്റ് ദ ഔട്ട്പുട്ട്. ഇപ്പോൾ ത്രെഷോൾഡ് വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ആക്ടിവേഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. ത്രെഷോൾഡിനേക്കാളും ഗ്രേറ്റർ ആണ് വൈ ഐ എം ഐ വരുന്നതെങ്കിൽ 1 ആയിരിക്കും വരുന്നത്. ഈക്വൽ ടു ആണ് വരുന്നതെങ്കിൽ സെയിം വൈ ഐ വാല്യൂ ആയിരിക്കും വരുന്നത്. ലെസ് ദാൻ ആണ് വരുന്നതെങ്കിൽ -1 ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഔട്ട്പുട്ട് ടു ഓൾ, അതായത് എന്ത് ചെയ്യും? തീറ്റ ജെ എന്ന് തീറ്റ ഇത് യൂസ് ചെയ്തിരിക്കുന്നത് ത്രെഷോൾഡ് വാല്യൂ ആയിട്ടാണ്. ആൻഡ് ഇസ് നോർമലി ടേക്കൺ ആസ് 0. ദെൻ നോ ഫീഡ്ബാക്ക് ദ ഒബ്റ്റെയിൻഡ് ഔട്ട്പുട്ട് വൈ ഐ ടു ഓൾ അതർ യൂണിറ്റ്സ്. എല്ലാ യൂണിറ്റ്സിലേക്കും ഈ കിട്ടിയിരിക്കുന്ന വൈ ഐനെ എന്ത് ചെയ്യണം? ഫീഡ്ബാക്ക് ചെയ്യണം. ദസ് ദ ആക്ടിവേഷൻ വെക്റ്റേഴ്സ് ആർ എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്യണം. അതുകൊണ്ട് ഈ കിട്ടിയിരിക്കുന്ന ഔട്ട്പുട്ടിനെ എന്ത് ചെയ്യണം? നമ്മൾ എല്ലാത്തിലേക്കും ഫോർവേഡ് ചെയ്യണം. ഇനി കൺവേർജൻസ് ആവുന്നത് വരെ എന്ത് ചെയ്യണം? ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കൺവേർജൻസ് ആയിക്കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. കൺവേർജ് ചെയ്തിട്ടില്ലെങ്കിൽ അഗെയിൻ ഈ സ്റ്റെപ്പൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. 2 to 8 വരെയുള്ള സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതാണ് ടെസ്റ്റിംഗ് അൽഗോരിതം ഓഫ് ഡിസ്ക്രീറ്റ് ഹോപ്പിഫൈഡ് നെറ്റ്വർക്ക്. ഇനി നമുക്ക് കണ്ടിന്യൂസ് ഹോപ്പിഫൈഡ് നെറ്റ്വർക്ക് ഉണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓക്കെ.